അങ്ങനെ ഇക്കൊല്ലത്തെ ശ്രീകൃഷ്ണ ജയന്തി കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വന്നിട്ടുണ്ടേ. അപ്പോൾ ടൗണിൽ കംപ്ലീറ്റ് ആൾക്കാർ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം 4 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ ഘോഷയാത്ര ഏകദേശം ഒരു 6-6:30 ആകുമ്പോഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും അക്ഷമരായിട്ട് ഏകദേശം 4 മണി 4:30 5 മണിയാകുമ്പോഴേക്ക് തന്നെ റോഡ് നിറയെ ആൾക്കാർ വന്നു കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ഇരുടായി തുടങ്ങുമ്പോഴാണ് ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല വെയിലുമാണ് ഈ ടൈമിലല്ലേ. മഴയൊക്കെ മാറി തുടങ്ങുമ്പോഴേക്ക് തന്നെ നല്ല ചൂടും നല്ല പൊള്ളുന്ന പോലുള്ള വെയിലാണ് ശരിക്കും ഈ ടൈമിലൊക്കെ. അപ്പോൾ കുട്ടികൾ നടന്നു വരുന്ന സമയത്ത് അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കും ലേറ്റ് ആയത്. അപ്പോൾ ലേറ്റായി നോക്കുമ്പോഴേക്കും നന്നേ അങ്ങോട്ട് ലേറ്റ് ആയിട്ടുണ്ടേ. പുരാണങ്ങളൊക്കെ അനുസരിച്ചിട്ട് വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെയാണ് ദശാവതാരങ്ങളെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അതിൽ കൃഷ്ണൻ എന്ന് പറയുന്നത് 9ാമത്തെ അവതാരമാണത്രേ. അപ്പോൾ ഈ ഒരു ഘോഷയാത്രയിൽ കൃഷ്ണൻ എന്ന അവതാരത്തോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയുള്ള 9 വിഷ്ണുവിൻ്റെ 9 അവതാരങ്ങളെയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നിവയാണ് ആ 10 അവതാരങ്ങൾ. ശ്രീകൃഷ്ണൻ ജനിച്ച ഈ ഒരു ദിവസം, അതായത് ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ജന്മാഷ്ടമി ആയിട്ട് നമ്മൾ കൊണ്ടാടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണനും രാധയും ഗോപികമാരും ഒക്കെ ചേർന്നിട്ടുള്ള നൃത്തവും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും വൈകി, അത് 4 മണി ഏകദേശം 5 മണിയൊക്കെ ആകുമ്പോഴേക്കേ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ അക്ഷമരായി കാത്തു നിന്നിട്ട് ഭക്തിയോടും അതുപോലെ തന്നെ സ്നേഹത്തോടും കൂടി ഇത്തരം കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാരുടെ കാത്തു നിൽക്കുന്നതല്ലേ. അപ്പോൾ അവർക്കൊക്കെ കണ്ണിന് കുളിർമ അണിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മുടെ ഇത്തവണത്തെയും ശ്രീകൃഷ്ണ ജയന്തി. കുഞ്ഞു മക്കൾ മുതൽ അതുപോലെ തന്നെ വലിയ ആൾക്കാർ വരെ കൃഷ്ണൻ്റെ പല അവതാരങ്ങളായിട്ട് നമുക്ക് മുന്നിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരുപാട് വൈകിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ രാത്രിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു ഘോഷയാത്ര നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രം, അതായത് തൃച്ചംബരത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഒരു ഘോഷയാത്ര അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇവരൊന്നിച്ച് തന്നെ അങ്ങോട്ട് അമ്പലത്തിലേക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ.
അത്യാവശ്യം കുറച്ച് സമയം ഈ ഒരു നടയിലും, അതായത് മെയിൻ റോഡിൽ നിന്ന് നമ്മൾ തൃച്ചംബരം എൻട്രിയിലേക്ക് വരുന്ന ആ ഒരു ഭാഗത്തും അത്യാവശ്യം നല്ല സമയം കാഴ്ചകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഘോഷയാത്രയുടെ കംപ്ലീറ്റ് കാഴ്ചകളും. നമ്മളപ്പോൾ അതിനിടയിൽ അമ്പലത്തിലേക്കൊന്ന് വന്നു കേട്ടോ. കാരണം കുറേ നേരം അവിടെ റോട്ടിൽ നമുക്ക് ടൈം നിൽക്കേണ്ട, അമ്പലത്തിലെ കൂടെ ഒന്ന് പോയി നോക്കാം. ഇപ്പം ആളും തിരക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പോൾ ഒന്നിങ്ങോട്ട് വരാമെന്ന് കരുതിയിട്ട് അമ്പലത്തിലേക്ക് ഞാനും അമ്മയും കൂടി നടന്നു. അപ്പോൾ ഇവിടെ ശാന്തമായൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. ശ്രീകോവിലിൻ്റെ അകത്ത് നിന്നും വാദ്യമേളങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ചെറുതായിട്ട്, അല്ലാതെ വേറെ ആൾത്തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. ബാക്കിയുള്ള, അതായത് ഘോഷയാത്ര അമ്പലത്തിലേക്ക് വരുന്നത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ, ഒരുപാടല്ല വളരെ ചുരുക്കം, നമ്മൾ നേരത്തെ കണ്ട അത്ര ജനവരി ഇല്ലെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ അമ്പലത്തിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു 8 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്ന സമയത്ത്. ഇനി ഇവിടുന്ന് ഒന്ന് തൊഴുതിട്ട് നമുക്ക് തിരിച്ച് മടങ്ങാമെന്ന് കരുതിയിട്ട്. അതുപോലെ തൃച്ചംബരം അമ്പലത്തിൽ നിന്ന് പായസ വിതരണം ഈ ഒരു ടൈമിൽ ഉണ്ടെന്ന് പറയുന്ന കേട്ടു കേട്ടോ. നമ്മൾ ഈ ഒരു ടൈമിലൂടെ നിൽക്കുമ്പോഴൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി എനിക്ക് തോന്നുന്നു വെച്ചാൽ ആ ഒരു ഘോഷയാത്രയുടെ ആൾക്കാരൊക്കെ വന്ന് അതിന് ശേഷമായിരിക്കും തോന്നുന്നു കൊടുത്തു തുടങ്ങുന്നത്. പക്ഷെ നമുക്ക് അത്രയും നേരം അവിടെ നിൽക്കാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തൊഴുതിട്ട് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചു കേട്ടോ. എന്നും സാധാരണയായിട്ട് വഴിയിൽ നിന്ന് എവിടെന്നെങ്കിലും കാഴ്ച കണ്ടിട്ട് അങ്ങനെ പോകാറാണ്. അപ്പോൾ ഇത്തവണ ആദ്യമായിട്ടാണ് കാഴ്ചയുടെ ഒന്നിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് കൂടെ വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ.